ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ സജനാസ് ക്രിയേറ്റീവ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് മിനിച്ചർ സദ്യക്ക് കണ്ടിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പിന്നെ ഇതിനായിട്ട് എടുക്കുന്ന ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് കേട്ടോ. ഈ ബിസ്ക്കറ്റ് കുഞ്ഞിനെ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ലേശം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെ ബാറ്റർ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് വയ്ക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് പ്ലേറ്റിലോട്ടാക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലത്തെ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം നമുക്കിനി ഈ കേക്കിനെ ബനാനയുടെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബനാനയുടെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ഫുഡ് കളർ ചേർത്തിട്ടാണ് കേട്ടോ ഇവിടെ ക്രീം ആക്കി കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കേക്ക് ഫുൾ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ നടുക്ക് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഫോർക്ക് കൊണ്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. നമ്മളിത്
ബനാന ലീഫിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഫോർക്ക് വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൽ ബനാന ലീഫിൻ്റെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി കറികൾ റെഡിയാക്കാം കേട്ടോ സദ്യക്കുള്ള. അതിനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് പിങ്ക് കളർ ഫുഡ് കളറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ബാക്കിയൊന്ന് പോർഷൻ മാറ്റി വെച്ചില്ലേ, അത് പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് യെല്ലോ കളർ ഫുഡ് കളർ ആക്കിയതിന് ശേഷം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം ഞാൻ സാധാ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വെക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ പിങ്ക് കളറിൽ റെഡിയാക്കി എടുത്തില്ലേ, ആ കറിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ആ തോരനും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സദ്യയിൽ മെയിനായിട്ട് ചോറ് വേണ്ടേ. ചോറിനായിട്ട് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കേക്കിൻ്റെ പീസ് പൊടിച്ചതിന് ശേഷം ഞാൻ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് പപ്പടം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിനിയേച്ചർ സദ്യക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്താലോ. നല്ല സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മളെ സദ്യക്ക്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ബൈ.